السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على رسوله النبي الأمين وعلى آله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്റ്റേജിലിരിക്കുന്ന മുഹമ്മദ് അലി അൻസാരി അധ്യക്ഷൻ, ജില്ലാ പ്രസിഡന്റ് യൂസുഫ് അലി സലാഹി, ഡയറക്ടർ ആദിൽ ലത്തീഫ് സാഹിബ്, മറ്റുള്ള ഓരോരുത്തരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രാസംഗികന്മാരെ, സദസ്സിലുള്ള വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, നാട്ടുകാരെ, എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു പരിപാടിയാണ് ഈ ദഅ്വാ സമ്മേളനം എന്ന് പറയുന്നത്. ഈ വർഷത്തെ ദഅ്വാ സമ്മേളനം ഈ മാസം തന്നെ, ഇനി അധിക ദിവസമില്ല, 24-25 ദിവസങ്ങളിലായി ജാമിയയുടെ ക്യാമ്പസിൽ വെച്ച് നടത്തപ്പെടുമെന്ന് ഇവിടെ അറിയിക്കുകയുണ്ടായി. എല്ലാവരും ആ കാര്യം മനസ്സിലാക്കിയിട്ടുമുണ്ടായിരിക്കും. കേരള ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റ് എന്നുള്ളത് യാദൃശ്ചികമായി എന്നിൽ വന്നു ചേർന്ന ഒരു ഉത്തരവാദിത്തമാണ്. ഞാനതൊരിക്കലും തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്രസിഡൻ്റാവുമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. യാദൃശ്ചികമായിട്ടാണ് ആ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത്. ഇനി കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നല്ലാതെ നിവൃത്തിയില്ലല്ലോ. വളരെയേറെ പ്രായമായ ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ നാട്ടുകാരെല്ലാം പലരും ഇരിക്കുന്നുണ്ടെങ്കിലും ഞാനായിരിക്കും അതിലെല്ലാം തന്നെയും കൂടുതൽ പ്രായമുള്ള ആൾ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാനിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, വിളിക്കുന്ന സ്ഥലത്തേക്കെല്ലാം കഴിവതും പോകുന്നുണ്ട്, കഴിയുന്ന രീതിയിൽ പ്രസംഗിക്കുന്നുമുണ്ട്, നാട്ടിൽ ഖുത്ബ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാമിയ നദവിയ ഉദ്ഘാടന സമ്മേളനത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ ചെറുപ്പമാണെങ്കിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറിയ പള്ളിയിൽ വെച്ച് 1964 ആഗസ്റ്റ് 24-ാം തീയതിയാണ് ഈ ജാമിയയുടെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. അത് 16-ാം തീയതി, കൊല്ലം തന്നെ 16-ാം തീയതി നടത്താനായിരുന്നു പ്രസിദ്ധീകരണമെല്ലാം നോട്ടീസെല്ലാം കൊടുത്തത്. ആ നോട്ടീസ് 1964 ഈ ആഗസ്റ്റ് മാസത്തെ അൽമനാറിൽ, അതിന് ലാസ്റ്റ് പുറംചട്ടയുടെ കവറിൽ ലാസ്റ്റ് പേജിൽ ആ പരസ്യം ഉണ്ട്. അതേപോലെ തന്നെ മറ്റു പല രീതിയിലും അത് പരസ്യപ്പെടുത്തിയതാണ്. 1964 ജനുവരിയിലായിരുന്നു ആ കൊല്ലത്തെ KNM-ന്റെ 14-ാമത്തെ വാർഷികം. അക്കാലത്ത് ഇന്നത്തേതുപോലെയുള്ള വിപുലമായ മുജാഹിദ് സമ്മേളനങ്ങളല്ല നടത്തിയിരുന്നത്. ഒരു ദിവസത്തെ വൈകുന്നേരം ഉച്ച മുതൽ രാത്രി 10 മണി വരെയുള്ള ഒരു സമ്മേളനം മാത്രമായിരുന്നു അന്ന് വാർഷിക സമ്മേളനമായി നടത്തിയിരുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 1963 മുതൽ ഈ എല്ലാ വാർഷിക സമ്മേളനങ്ങളും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞാനൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കൊച്ചിയിലും എറണാകുളത്തും കോഴിക്കോടും എല്ലാം തന്നെയും ആ സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു. വേറെയും പല സ്ഥലങ്ങളിൽ, ഞാൻ എല്ലാം എണ്ണി പറയുന്നില്ല. 1964 ജനുവരിയിൽ കോഴിക്കോട് മാവൂർ ഭാഗത്ത് നെല്ലളം കിണാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അന്നത്തെ സമ്മേളനം. ആ സമ്മേളനത്തിന് മുമ്പ് തന്നെ KNM-ൽ ഒരു ആലോചന ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു വലിയ സ്ഥാപനം ഉണ്ടാക്കണമെന്നൊരു ആലോചന ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ വെച്ച് അതിന് ഒരു ആലോചന സമിതി നിശ്ചയിക്കുകയുണ്ടായി. അവർ കൂടി ആലോചിച്ച് അവസാനം അത് എടവണ്ണയിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഫെബ്രുവരിയിൽ അതിവിടെ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ ദഅ്വ
ജാമിയ നദിവയുടെ തുടക്കം അത് ആ ചെറിയ പള്ളിയിൽ വെച്ചായിരുന്നു. ചിലപ്പോഴെല്ലാം ക്ലാസ് ഇവിടെ മദ്രസയിൽ വെച്ച് നടത്തിയിരുന്നു. അങ്ങനെ നടത്തി വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ ക്ലാസ് എടുത്തിരുന്നു. ആ നിലക്ക് വളരെയേറെ വിപുലമായി രീതിയിൽ നടത്തപ്പെടുന്നു. ഉദ്ദേശം വളരെ വലിയതായിരുന്നു. ദഅ്വാ രംഗത്തേക്ക് ഇറങ്ങാൻ ഒരു സമൂഹത്തെ, ഒരു സമുദായ, ഒരു കൂട്ടം ആളുകളെ വാർത്തെടുക്കുക എന്നതായിരുന്നു ജാമിയയുടെ ലക്ഷ്യം. അത് ഇക്കാലത്തുള്ള വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ടതാണ്. ജാമിയ പഠനം കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ മുമ്പേ ആയി തന്നെ ദഅ്വാ രംഗത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. പ്രധാനമായും സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പ്രകാരം തൗഹീദ് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആ നിലക്ക് മറ്റുള്ളവരെ സജ്ജമാക്കുക എന്നുള്ളത് നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്, അതിനുവേണ്ടി ഒരുങ്ങേണ്ടതാണ്. നിങ്ങളിൽ കുറേ അധികം ആളുകൾ, കുട്ടികൾ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇക്കാലത്ത് ചെറുപ്പക്കാരുടെ ഖുത്ബ ഞാൻ വിമർശിക്കുകയല്ല. ഫോണിൽ കുറേ ഖുത്ബകൾ വരും, 4-5 ഖുത്ബകൾ വരും, വാട്സപ്പിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബുധൻ വ്യാഴം ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കും. അത് പകർപ്പെടുത്ത് അപ്രകാരം വായിച്ചു തീർക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലല്ല ചില സ്ഥലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ശരിയായ മാർഗമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആ ഖുത്ബകളെല്ലാം ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ഒരു ഖുത്ബയും വാട്സപ്പിൽ നിന്ന് പകർത്തിയെടുത്ത് ഇന്ന് വരെ ഖുത്ബ നടത്തിയിട്ടില്ല. ഞാൻ നാട്ടിലേക്ക് ആവശ്യമായ എന്തെങ്കിലും ഒരു വിഷയം തിരഞ്ഞെടുക്കും. അന്ന് പത്രം നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അൽമനാർ നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും നോക്കിയിട്ടോ വിചിന്തനം നോക്കിയിട്ടോ അല്ല ഖുത്ബ നടത്തിയിരുന്നത്. അതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഓരോ സ്ഥലത്തേക്കും ആവശ്യമായ രീതിയിലുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അതിന് 2-3 ആയത്തുകളും 1-2 ഹദീസുകളും വേണമെങ്കിൽ ഇസ്ലാമിക ചരിത്രങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗമെല്ലാം എടുത്ത് കൊണ്ട് ഒരു അരമണിക്കൂറാണ് വാസ്തവത്തിൽ ജുമാ ഖുത്ബയുടെ സമയം. KP മുഹമ്മദ് മൗലവി ഉണ്ടായിരുന്ന കാലത്ത്, ഞാൻ പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് തന്നെ ഖുത്ബ കോഴ്സുകൾ നടത്തിയിരുന്നു. അന്ന് മൗലവിയുടെ നിർദ്ദേശം അതായിരുന്നു. 20 മിനിറ്റ് ആദ്യത്തെ ഖുത്ബയും 10 മിനിറ്റ് രണ്ടാമത്തെ ഖുത്ബയും നടത്തണമെന്നായിരുന്നു മൗലവി അന്ന് ഞങ്ങളെല്ലാം ഉപദേശിച്ചത്. അത് ഞങ്ങളെ ഖുത്ബ പരിശീലനം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വെച്ച് തന്നെയായിരുന്നു. ഏതെങ്കിലും ഒരു പള്ളിയിൽ കൊണ്ടുപോകും, ഞങ്ങൾക്ക് ഓരോ വിഷയങ്ങൾ തരും, അത് മിമ്പറിൽ കയറി ഖുത്ബ നടത്തുക. അത് വീക്ഷിക്കുവാനും ശ്രദ്ധിക്കുവാനും ഓരോ പണ്ഡിതന്മാരുണ്ടായിരിക്കും. ആ കാലത്ത് എൻ്റെ ഖുത്ബ ശ്രദ്ധിച്ചിരുന്നത് ബഹുമാനപ്പെട്ട മർഹൂം ഷെയ്ഖ് മുഹമ്മദ് മൗലവിയായിരുന്നു. ഒരാൾ ഖുത്ബ കഴിഞ്ഞ് താഴെ ഇറങ്ങിയാൽ ആ നിശ്ചയിക്കപ്പെട്ട മൗലവി സ്റ്റേജിൽ കയറും. എന്നിട്ട് ഞങ്ങളിലുള്ള പോരായ്മകൾ നിർദ്ദേശം തരും, അത് ഞങ്ങൾ നോട്ട് ചെയ്യും. ആ നിലക്കായിരുന്നു ഞങ്ങൾ ഖുത്ബ ശീലിച്ചിരുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാനിപ്പോഴും ആ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു വലിപ്പത്തനം പറയുകയല്ല, എന്നാലും അത് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കോളേജ് ഉദ്ഘാടനം ചെയ്തത് അത് സമ്മേളനത്തിൽ 16-ാം തീയതി നിശ്ചയിച്ച സമ്മേളനം അന്ന് ശക്തമായ മഴ കൊണ്ട് 24-ാം തീയതിയിലേക്ക് മാറ്റി. 24-ാം തീയതിക്ക് മാറ്റിയപ്പോൾ അന്ന് നിശ്ചയിച്ചിരുന്ന പല ആളുകൾക്കും അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. സാലെ മുഹമ്മദ് സേട്ട് MP അവറുകൾ, ഇബ്രാഹിം സുലൈമാൻ സേട്ടു പോലെയുള്ള ഉന്നതന്മാരായ ആളുകൾക്ക് 24-ാം തീയതി പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അവരെല്ലാവരും ഓരോ സന്ദേശങ്ങൾ അയക്കുകയാണ് ചെയ്തത്. എന്നാൽ 24-ാം തീയതി നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് മലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്ന PSC അംഗവുമായിരുന്ന OCD കുഞ്ഞിപ്പക്കി സാഹിബ് അവറുകളായിരുന്നു. കുഞ്ഞിപ്പക്കി സാഹിബ് എന്ന് പറഞ്ഞാൽ തലശ്ശേരിക്കാരനാണ്. എന്നിരുന്നാലും ഇവിടെ സ്കൂളിൽ വന്ന ശേഷം ഇവിടങ്ങളിലെല്ലാമുള്ള സാമൂഹിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ ബന്ധപ്പെടുകയും പല സ്ഥലങ്ങളിലും പല സമ്മേളനങ്ങളിലും മതസമ്മേളനങ്ങളിൽ തന്നെ പ്രസംഗിക്കുകയും ചെയ്ത നല്ല ഒരു പ്രാസംഗികനായിരുന്നു. കണ്ടാൽ ആചാരബാഹുവായ ഒരാൾ, വളരെയധികം ദീനിയായ ഇൽമുള്ള ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹമായിരുന്നു അന്ന് അധ്യക്ഷനായിരുന്നത്.
ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് TP കുട്ടിയാമു സാഹിബ്, കേരള ചീഫ് എഞ്ചിനീയർ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം 10 ഗണികൾ അടങ്ങിയിട്ടുള്ള അക്കമിട്ട് 10 എഴുതിയിട്ട് ഒരു വലിയ ലേഖനമായിരുന്നു അദ്ദേഹം അന്ന് അവിടെ അവതരിപ്പിച്ചത്. ജാമിയ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, എന്തെല്ലാം പഠിക്കണം, അതെല്ലാം തന്നെയും വളരെ വ്യക്തമായി എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് അദ്ദേഹം അന്ന് അവതരിപ്പിച്ചത്. ആ ലേഖനം 1964 അൽമനാറിൽ ആ മാസത്തെ അൽമനാറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെയേറെ ശ്രദ്ധേയമായ ഒരു ലേഖനമായിരുന്നു ആ ലേഖനം. അന്ന് ആ സമ്മേളനത്തിൽ അതിനുശേഷം പിന്നെ പ്രസംഗിച്ചത് ഷെയ്ഖ് മുഹമ്മദ് മൗലവി, P. മുഹമ്മദ് മൗലവി, PK മുഹമ്മദ് മൗലവി, അവരായിരുന്നു പ്രസംഗിച്ചിരുന്നത്. P. മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന മംഗളയുള്ള അന്ന് മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ മുസ്ലിം ഇൻസ്പെക്ടറായിരുന്നു അദ്ദേഹം. KNMൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെയേറെ ശ്രദ്ധയോടെ മുൻവന്നിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. PK മുഹമ്മദ് മൗലവി എന്ന് പറയുന്നത് ശേഖനൂരായിരുന്നു. ശേഖനൂർ അക്കാലത്ത് നല്ല പണ്ഡിതനാണ്. ശേഖനൂർ നല്ല പണ്ഡിതനാണ്, അതിൽ യാതൊരു സംശയവുമില്ല, നല്ല പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്തോ ചില അപാകതകൾ സംഭവിച്ചു. അങ്ങനെ ജാമ്യയിൽ നിന്ന് പോവേണ്ടി വന്നു. ജാമ്യയിൽ അധ്യാപകനുമായിരുന്നു, അങ്ങനെ ജാമ്യയിൽ നിന്ന് പോവേണ്ടി വരികയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കഥ കഴിഞ്ഞു പോയത്. ഞാനതിലേക്ക് കൂടുതലായി പ്രവേശിക്കുന്നില്ല. അദ്ദേഹം എങ്ങനെയോ നഷ്ടപ്പെട്ടു. അയാൾ നല്ല പണ്ഡിതനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്ത മോശമായ തെറ്റായ പല വഴിക്കും നീങ്ങുകയുണ്ടായും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പലതും സംഭവിച്ചുണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ആദ്യത്തെ പ്രിൻസിപ്പാളായ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയാണ് പ്രിൻസിപ്പാളായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് മൗലവി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു. ഏറ്റവും വലിയൊരു പണ്ഡിതനായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് മൗലവി ഹദീസ് വിഷയത്തിൽ. ഏതൊരു ഹദീസ് കേട്ടാൽ അത് ഇന്നയാൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റാവികളെ മുഴുവൻ അങ്ങനെ കാണാതെ ഇങ്ങനെ പറഞ്ഞു തരും. ഇന്ന കിതാബിലുണ്ട് ആ ഹദീസ് എന്നും പറഞ്ഞു തരും. എന്നിട്ട് അതിലുള്ള ന്യൂനതകളും പറഞ്ഞു തരും. നോങ്ങത്ത് പ്രിൻസിപ്പാളായി നിൽക്കുന്ന കാലത്ത് അവിടെ സുന്നികൾ വയല സംഘടിപ്പിച്ചു. എല്ലാ ദിവസവും ഞാൻ ഷെയ്ഖ് മൗലവി വയല കേൾക്കാൻ വേണ്ടി പോകും. KNMൻ്റെ അവിടെ ഒരു ഓഫീസുണ്ടായിരുന്നു, ആ ഓഫീസിലിരിക്കും. ഒരു ഹദീസ് അവരോട് പറഞ്ഞാൽ അപ്പം അതിൻ്റെ തലവാചകം എഴുതി വെക്കാൻ പറയും എന്നോട്. അപ്പം തന്നെ പറഞ്ഞു തരും, അതിൽ കളവ് പറയുന്ന അല്ലെങ്കിൽ വിശ്വസ്തരല്ലാത്ത ഒരു റിപ്പോർട്ടറുണ്ട്, ആ റിപ്പോർട്ടർ പേരും പറഞ്ഞു തരും. അങ്ങനെ അതെല്ലാം തന്നെ എഴുതിയെടുത്ത് 7 ദിവസം അങ്ങനെ ഞങ്ങൾ എഴുതിയെടുത്തതിന് ശേഷം മൗലവി പറഞ്ഞു മറുപടി പറയണതിന്, അല്ലാതെ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ മറുപടി പറയാൻ നിശ്ചയിച്ചു. ഷെയ്ഖ് മുഹമ്മദ് അലി എല്ലാ ദിവസവും അവർ പറഞ്ഞ ഹദീസിനെ കണ്ണിക്കും അരമണിക്കൂർ സമയം. പിന്നെ മറ്റു പാസികമാരെ നിശ്ചയിച്ചിരുന്നു. അതിന് മറുപടി പറയാൻ വേണ്ടി വണ്ടൂരുണ്ടായിരുന്ന അവരുടെ സമസ്തയുടെ ഏറ്റവും വലിയ പ്രാസംഗികനായിരുന്ന ഒരു മുസ്ലിയാരെയാണ് അവർ കൊണ്ടുവന്നത്. ആ മുസ്ലിയാർ പറഞ്ഞു, അന്ന് സമസ്തയുടെ വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം. അയാൾ വന്നപ്പോൾ ഇവിടെ മീറ്റിംഗ് കൂടി അവർ ആലോചിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നാട്ടുകാർ പറഞ്ഞു, ഷെയ്ഖ് മുഹമ്മദ് മൗലവിയാണ് ഈ ഹദീസെല്ലാം ഖണ്ഡിച്ചത്. അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയോ, അദ്ദേഹം എങ്ങനെ ഇവിടെ എത്തി? അദ്ദേഹം ഇവിടുത്തെ പ്രിൻസിപ്പാളാണ് ഇപ്പോൾ. അന്നേരത്തെ അദ്ദേഹം പറഞ്ഞത്, ഷെയ്ഖ് മുഹമ്മദ് മൗലവി ഒരു ഹദീസ് ദഈഫാണെന്ന് പറഞ്ഞാൽ അത് സഹിയാണെന്ന് പറയാൻ ത്രാണിയുള്ള സമസ്തയിൽ ഒരാളും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഷെയ്ഖ് മൗലവിക്ക് ഞാൻ മറുപടി പറയുന്നതല്ല, ഞാനൊരു പ്രസംഗം നടത്തുക വഴത് പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അവർക്കും തന്നെ ഷെയ്ഖ് മൗലവിയെ സംബന്ധിച്ച് അത്രയും വലിയ കഴിവിനെ സംബന്ധിച്ച് അവർക്ക് വലിയ അറിവ് അവർക്കുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഷെയ്ഖ് മൗലവി കുറേ കഴിഞ്ഞതിന് ശേഷം ജാമിയയിൽ അരീകോട്ടേക്കും മോങ്ങത്തേക്കുമെല്ലാം മാറിപ്പോയതിനു ശേഷം രണ്ടാമതായി പ്രിൻസിപ്പാളായത് അമാനി മൗലവിയായിരുന്നു. അമാനി മൗലവി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഖുർആൻ പരിഭാഷ പ്രസിദ്ധീകരിക്കുന്ന എല്ലാവർക്കും സന്തോഷകരമായ ഒരു പരിഭാഷയാണ്, തഫ്സീറാണ് മൂപ്പരുടെ തഫ്സീർ. കാന്തപുരത്തിൻ്റെ ചില ആളുകൾ എന്നോട് തന്നെ സെൻട്രൽ നിന്ന് ആ പരിഭാഷ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് ഞങ്ങൾക്കാണ് കയറി പോകാൻ ഒരു മടിയുണ്ട്, അവിടെ നിങ്ങൾ വാങ്ങിത്തരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും സമ്മതിക്കുന്നതാണ് ആ പരിഭാഷ. അതിനെതിരെ വളരെയേറെ ലഹളകളൊക്കെ ഉണ്ടായെങ്കിലും ഇന്നും അവരടക്കം എല്ലാവരും അത് സമ്മതിച്ചിട്ടുള്ള ഒരാളാകുന്നു അദ്ദേഹം. പിന്നീട് അലവി മൗലവിയാണ് പിന്നീട് പ്രിൻസിപ്പാളായി വന്നത്.
പിന്നീട് എ കെ അബ്ദുൽ ലത്തീഫ് മൗലവി. എ കെ അബ്ദുൽ ലത്തീഫ് മൗലവി അന്ന് കേരള ഹിന്ദു മുജാഹിദ് ജനറൽ സെക്രട്ടറി ആയിരുന്നു, വലിയ പണ്ഡിതരായിരുന്നു. അദ്ദേഹമാണ് പിന്നീട് അലി അക്ബർ മൗലവിയായി. എം നദവി കുറച്ചു കാലം പ്രിൻസിപ്പാളായിട്ടുണ്ട്. എം നദവി ഇവിടെ ഇരിക്കുന്നുണ്ട്. തൊപ്പിയുടെ കളർ മാറിയത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ പുറം ചെയ്തു ഇവരോട്, തൊപ്പി കളർ മാറ്റിയത് കൊണ്ട് മനസ്സിലായില്ല എന്ന് പറയുകയും ചെയ്തു. അതിവിടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം എ പി അബ്ദുൽ ഖാദർ മൗലവി, പിന്നെ 8ാമത്തെ പ്രിൻസിപ്പാളായത് NP അബ്ദുൽ ഖാദർ മൗലവി മർഹൂം. അതേപോലെ തന്നെ പിന്നീട് അബ്ദുറഹ്മാൻ സലഫി, പിന്നീട് M മുഹമ്മദ് മൗലവി, അതിൻ്റെ ശേഷം അബ്ദുള്ള മൗലവി, അനസ് മൗലവി. ഇപ്പോൾ ആദിൽ ലത്തീഫ് ഡയറക്റ്റും മുഹമ്മദ് അലി സാഹിബ് പ്രിൻസിപ്പാളുമായിട്ട് ആ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ആദർശോദ്ദേശം, ലക്ഷ്യത്തെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാവരും അത് മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. NP അബ്ദുൽ ഖാദർ മൗലവിയുടെ കാലത്താണ് ആ സ്ഥാപനങ്ങളിൽ ഏറ്റവും വലിയ പുരോഗതി ഉണ്ടായിട്ടുള്ളതെന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ആ കാലത്ത് ഉസ്മാൻ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ് ഞാൻ. ഉസ്മാൻ ഡോക്ടർ പറയണ്ടായി, ഈ NPയുടെ തലയിൽ ഈ മല എടുത്തു വച്ചാൽ അത് ഏറ്റിക്കൊള്ളും മുപ്പരുത് പറയും. കാരണം അത്രയും വലിയ സാഹസത്തിനാണ് അവിടെയുള്ള ഹൈസ്കൂള്, അതേപോലെ തന്നെ കോളേജ്, ആർട്സ് കോളേജ്, അതേപോലെ തന്നെ ആ ലൈബ്രറി ഒക്കെ അദ്ദേഹത്തിൻ്റെ പല ആളുകളും സഹായിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലൈബ്രറി ഒരാളുമായി ഫോൺ ചെയ്യുന്നത് ഞാൻ തന്നെ അങ്ങനെ കേട്ട് നിൽക്കുകയുണ്ടായി. അന്ന് അത് അദ്ദേഹം ഏറ്റെടുത്തപ്പോൾ മൗലവിക്കുണ്ടായിരുന്ന സന്തോഷം വളരെ അതിഭയങ്കരമായിരുന്നു. ഉടനെ തന്നെ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ വിളിച്ച് പറഞ്ഞു, അങ്ങനെയെല്ലാം ഏറ്റെടുത്ത് അതെല്ലാം നമുക്ക് നിർവഹിക്കാമെന്ന് പറയുകയും അവിടെ തന്നെ അദ്ദേഹം വരികയും അദ്ദേഹം അതിന് തറക്കല്ലിടുകയും അങ്ങനെ ആ കെട്ടിടം അദ്ദേഹം പറഞ്ഞ രീതിയിൽ തന്നെ ആ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. അദ്ദേഹം ഏറ്റവും തന്നെ പറഞ്ഞത്, ഞാൻ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കണം, ഉണ്ടാക്കണം, എന്നാൽ ഞാൻ ഏറ്റോളാം എന്നാണ് പറഞ്ഞത്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ മരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുക, പക്ഷേ വീട്ടിൽ കിടപ്പിലാണ് എന്നാണ് എൻ്റെ അറിവ്. അതെല്ലാം ഞാൻ ചെയ്തു. അങ്ങനെ വളരെയേറെ നല്ല രീതിയിൽ നമ്മുടെ ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഇവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാവരും തന്നെ തൗഹീദ് ശരിക്കും മനസ്സിലാക്കുകയും ജനങ്ങളിൽ ആ തൗഹീദ് പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ആ ദഅവത്ത് രംഗത്ത് സജീവമാകണം. ആൺകുട്ടികളും പെൺകുട്ടികൾക്കെല്ലാം തന്നെയും അയൽവാസികളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ക്ലാസ് നടത്താമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ധാരാളം വരും. ഞങ്ങൾക്ക് അനുഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ധാരാളം സ്ത്രീകൾ വരും കേൾക്കാൻ. അതുകൊണ്ട് നിങ്ങളും ആ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് തന്നെ പറയുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞില്ലേ, വലാ തദഉ മഅല്ലാഹി ഇലാഹൻ വലാ തദഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക മിനൽ ളാലിമീൻ. നിനക്കൊരു ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത ഒന്നിനെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്. അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഫഇന്നക മിനൽ ളാലിമീൻ, നിങ്ങൾ വലിയ അക്രമികളായി മാറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിൽ തഫ്സീർ റാസിയിൽ പറയുന്നുണ്ട്, ലവിസ്തഗൽത ബിതലബിൽ മൻഫഅത്തി വൽ മദറത്തി മിൻ ഗൈരില്ലാഹ് ഫഅൻത മിനൽ ളാലിമീൻ. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരാളോട് എന്തെങ്കിലും ഒരു ഉപകാരമോ ഉപദ്രവമോ നൽകണമെന്ന് ആവശ്യപ്പെട്ടാൽ ഫമിനൽ ളാലിമീൻ, അവൻ ളുൽമ് ചെയ്തവരിൽപ്പെട്ടവരാകുന്നു. ആ ളുൽമ് എന്ന് പറഞ്ഞാൽ ഇന്ന ശിർക ലളുൽമുൻ അളീം, അത് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. ആ ളുൽമ് ശിർക്കായി മാറും. ആ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാകുന്നു എന്നും നിങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നാട്ടിലും മറ്റു സ്ഥലങ്ങളെല്ലാം തന്നെയും ആ ദഅവ രംഗത്ത് സജീവമാവേണ്ടതാണ്. കുറേ സലാഹിമാർ ഇതുപോലെയുള്ള രംഗത്ത് സജീവമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അങ്ങനെ സജീവമായി നമ്മളെ രംഗത്ത് സലാഹിമാർ പലരുമുണ്ട്. അതുപോലെയുള്ള നല്ല ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെ ആ കോളേജിൻ്റെ വളരെ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത് അതിഭയങ്കരമായ അനുഗ്രഹമാണ്. ഏത് വില്ലന്മാരെയും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എത്ര വലിയ ശത്രുക്കളായിരുന്നാലും ആ ശത്രുക്കളെല്ലാം തന്നെയും ഖുർആനിലെ ഒരു വാചകം അല്ലെങ്കിൽ ചെറിയ ഒരു സൂറത്ത് കേൾക്കുമ്പോഴേക്ക് മനസ്സ് മാറിയിരുന്നു. ലബീദ് എന്ന് പറയുന്നൊരു കവി ഉണ്ടായിരുന്നു ആ കാലത്ത്. മുഅല്ലഖ എന്ന് പറഞ്ഞുകൊണ്ടൊരു കവിതയുണ്ടായിരുന്നു. അതിൽ അശ്ലീലങ്ങൾ മാത്രമാണ് അതിലുണ്ടായിരുന്നു. ഈ അശ്ലീലങ്ങൾ പാടിയിരുന്ന ലബീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ കൗസർ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന് പറയുന്ന ആ ചെറിയ സൂറത്ത് ഇറങ്ങിയപ്പോൾ അത് എഴുതി കഅബയിൽ തൂക്കുകയുണ്ടായി. പക്ഷേ മുശ്രിക്കുകൾക്ക് അത് പിടിച്ചില്ല. കാരണം മീമ് എന്ന് പറയുന്ന അക്ഷരമില്ലാത്ത ഒരു വാചകം അവർക്ക് പറ്റൂല. മീമ് എന്ന് പറയുന്ന അക്ഷരം ആ സൂറത്തിലില്ല. അതുകൊണ്ട് അവർ ഭയങ്കരമായി അധിക്ഷേപിക്കുകയും അതിന് തക്കതായ മറുപടി എഴുതി തൂക്കണമെന്ന് അവർ പറയുകയും അതിനു വേണ്ടി ലബീദിനെയാണ് അവർ തിരഞ്ഞെടുത്തത്. വലിയ കവിയായത് ലബീദിനെ അവർ കൊണ്ടുവന്ന് ഏകദേശം 90ഓളം വയസ്സായിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു, വലഖദ് സഇംതു മിനൽ ഹയാതി വതൂലിഹ വസുആലി ഹാദൻ നാസി കൈഫ ലബീദു. വലഖദ് സഇംതു മിനൽ ഹയാതി വതൂലിഹ, എൻ്റെ ജീവിതത്തിൻ്റെ ദൈർഘ്യം കൊണ്ടും തന്നെ ഞാൻ മടുത്തു പോയിട്ടുണ്ട്. ജനങ്ങളെല്ലാവരും ചോദിക്കും, എന്താ ലബീദിൻ്റെ സ്ഥിതി? അതെല്ലാം കേട്ട് ഞാൻ മടുത്തു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ ലബീദ് അവർ കൊണ്ടുവരികയും ലബീദ് ഈ സൂറത്ത് ഇങ്ങനെ പിന്നെയും വായിക്കുക അങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ ആക്ഷേപിച്ചു, എന്തായാലും മറുപടി എഴുതേ, അതിനാണ് നിന്നെ കൊണ്ടുവന്നത്, നീ അത് വായിച്ചു കൊണ്ടിരിക്കുക മാത്രമാണോ ചെയ്യുന്നത്? ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈമാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ അദ്ദേഹം അതിന് എതിരായി മറുപടി പറയുക? അതോടുകൂടി അദ്ദേഹം വിശ്വസിക്കുകയാണ് ചെയ്തത്. അൽഹംദുലില്ലാഹി ഇദ് ലം യഗ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാലാ എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെടുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിക്കാൻ സാധിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിന് അവരെല്ലാവരും വളരെയേറെ ഉപദ്രവിച്ചു. സഹോദരന്മാരെ, ഞാൻ സംസാരിക്കുന്നില്ല ഇനി, കാരണം ധാരാളം ആളുകൾ പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തൗഹീദിൻ്റെ നിർവാഹകരായി മാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രചരണോദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിൻ്റെ തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.